ഹലോ നമസ്കാരം എല്ലാവർക്കും നെറ്റ്വർക്ക് ആൻഡ് അറ്റൻവേറ്റേഴ്സിൻ്റെ ഒരു MCQയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷിജു. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ടി നെറ്റ്വർക്ക് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എൻ ഇക്വലൻറ്റ് പൈ നെറ്റ്വർക്ക് യൂസിങ്. ടീനെ പൈ നെറ്റ്വർക്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ, സൂപ്പർ പൊസിഷൻ, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, മില്ലേഴ്സ് തിയറം, ഇതിൽ എന്താണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ടി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ടി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി എന്ന് എഴുതുന്ന പോലെ ഒരു നെറ്റ്വർക്ക്. ഓക്കെ, ഇവിടെ Z1 ഉണ്ടാവും, ഇവിടെ Z2 ഉണ്ടാവും, ഇവിടെ Z3 ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഒരു ടി നെറ്റ്വർക്ക്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇത് Y പോലെ തോന്നുന്നുണ്ടോ? ഇതിപ്പോൾ ടി ആണ്. ടി എന്ന് പറയുന്നത് Y പോലെ തോന്നുന്നുണ്ടോ? ഈ Z1 ഇവിടെയും Z2 ഇവിടെയും Z3 ഇവിടെയും വന്നു കഴിഞ്ഞാൽ Z1 ഇത് Z2 ഇത് Z3 ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് Y ആയില്ലേ? ഓക്കെ, വൈനെയാണ് നമ്മൾ സ്റ്റാർ നെറ്റ്വർക്ക് എന്ന് പറയാം, അതറിയാലോ. അടുത്തത് പൈ നെറ്റ്വർക്ക്. പൈ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും കാണാൻ? ദേ ഇവിടെ Z1 ഇത് Z2 ഇത് Z3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൈ നെറ്റ്വർക്ക് ആണെന്ന് വിചാരിക്കുക. പൈയുടെ ഷേപ്പ് അല്ലേ ഇത്? ഓക്കെ, ഈ പൈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഡെൽറ്റ പോലെ തന്നെ അല്ലേ? ഡെൽറ്റ എന്ന് പറയാൻ കാരണം നോക്കൂ, ദേ ഇങ്ങനെയല്ലേ? ദാ ഇവിടെ രണ്ടുമിടത്തും കണക്റ്റഡും ആയിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ ദാ ഇവിടെ Z2 വന്നു, ഇത് Z1 വന്നു, ഇത് Z2 വന്നാൽ ഇത് ഡെൽറ്റ നെറ്റ്വർക്ക് ആയില്ലേ? ഓക്കെ, അപ്പോൾ ഇത് ഡെൽറ്റ ആയില്ലേ? അപ്പോൾ ഇത് എന്താണ് ഇവിടെ സംഭവിച്ചത്? ടി ടു പൈ എന്ന് പറഞ്ഞാൽ Y ടു ഡെൽറ്റ അല്ലെങ്കിൽ സ്റ്റാർ ടു ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ അല്ലേ അവിടെ നടന്നത്? അപ്പം നമുക്കതിനെ സ്റ്റാർ ടു ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. ഓക്കെ, അടുത്ത ചോദ്യം. In filter circuits, pi networks are generally used for. ഫിൽട്ടർ സർക്യൂട്ട്സിലെ പൈ നെറ്റ്വർക്ക്സ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പൈ നെറ്റ്വർക്ക്സ് നമ്മൾ സാധാരണ ഇംപിഡൻസ് മാച്ചിങ്ങിനാണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ പൈ നെറ്റ്വർക്ക്സ് ആർ ജനറലി യൂസ് ഫോർ ഇംപിഡൻസ് മാച്ചിങ്. ദേ ആർ കോമൺലി യൂസ് ഫോർ ഇംപിഡൻസ് മാച്ചിങ് ഇൻ RF ആംപ്ലിഫയേഴ്സ്, ആന്റിനാസ് ആൻഡ് ഫിൽട്ടേഴ്സ് ടു ഇംപ്രൂവ് പവർ ട്രാൻസ്ഫർ. ഓക്കെ, അടുത്ത ചോദ്യം. Which network typically provides better high frequency performance due to reduced series inductive effect? Series inductive effect കുറച്ചുകൊണ്ട് better high frequency performance തരുന്നത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇൻഡക്ടർ എന്താ ചെയ്യുക? ഹൈ ഫ്രീക്വൻസിയിൽ എത്തുമ്പോൾ ഇറ്റ് ബ്ലോക്സ് AC അല്ലേ? അപ്പം നമുക്ക് നോക്കാം. ഒരു പൈ നെറ്റ്വർക്ക് ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, പൈ നെറ്റ്വർക്ക് ആണെങ്കിൽ ദേ ഇവിടെ എന്താണ് സംഭവിച്ചത്? രണ്ട് ഷണ്ടായിട്ടുള്ള, ഇതിനെയാണ് ഷണ്ടായിട്ടുള്ള ആംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഷണ്ടായിട്ടുള്ള ആം ഉണ്ട്. Z1 ഇത് Z2 ഇത് Z3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ Z1 Z3 ഷണ്ടായിട്ടുള്ള ആംസ് ആണ് അല്ലേ? ഷണ്ടായിട്ടുള്ള ആംസ് ആണെങ്കിൽ ഇവിടെ വരുന്ന ഇൻഡക്റ്റൻസുകൾ എങ്ങനെയാണ് നമ്മൾ എടുക്കുക? ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫക്റ്റീവ് സീരീസ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് വളരെ കുറവായിരിക്കും. കാരണം എന്താ? ഇത് പാരലൽ ആയിട്ടല്ലേ വരുന്നത്. പാരലൽ ആവുമ്പോൾ രണ്ട് ഇൻഡക്ടേഴ്സ് പാരലൽ ആയിട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുക്കുക? പാരലൽ ആയിട്ട് വരുമ്പോൾ കുറയല്ലേ ചെയ്യുക, അത് ആഡപ്പ് ചെയ്യല്ലോ. ടോട്ടൽ ഇഫക്റ്റീവ് ഇൻഡക്റ്റൻസ് ചെയ്യുക നമ്മൾ 1/, അല്ലേ? 1/Z ടോട്ടൽ എന്ന് പറഞ്ഞിട്ടല്ലേ എടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഇൻഡക്ടറും ഇവിടെ ഒരു ഇൻഡക്ടറും വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും പാരലൽ ഇഫക്റ്റ് ആണ് തരുന്നത്. പാരലൽ ഇഫക്റ്റ് ആയതുകൊണ്ട് തന്നെ, ഷണ്ട് ഇഫക്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക? ഇവിടെ സീരീസ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഹൈ ഫ്രീക്വൻസീസിൽ കുറവായിരിക്കും, അപ്പോൾ പെർഫോമൻസ് കൂടും. ഓക്കെ, അപ്പോൾ പൈ നെറ്റ്വർക്കാണ് ഇതിന് ഏറ്റവും നല്ലത്. ഓക്കെ, രണ്ട് ഷണ്ട് ബ്രാഞ്ചുകൾ ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ B ആണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം. ടി നെറ്റ്വർക്ക് കൺസിസ്റ്റ് ഓഫ്. ടി നെറ്റ്വർക്കിൽ എന്തൊക്കെ ഉണ്ടാവും? അപ്പോൾ ടി എന്നുള്ള ഷേപ്പ് ആയിരിക്കും ദേ ഇങ്ങനെ ഒരു രണ്ട് എലമെൻറ്റ്സ് സീരീസ് ആയിട്ടുള്ള ആമുകളിലും Z1 Z2 എന്ന് വിചാരിക്കുക. ഇവിടെ Z3 എന്ന് പറയുന്നത് ഷണ്ടായിട്ടുള്ള ഒരു ആമിൽ ഒരു കോമ്പണൻറ്റുമാണ് ഉണ്ടാവുക. അതായത് 2 സീരീസ് കോമ്പണൻസ് ആൻഡ് 1 ഷണ്ട് എലമെൻറ്റ്. B ആണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം, ടി ഷേപ്പിൽ കേട്ടോ. അടുത്ത ചോദ്യം. The input impedance of a pi network is generally. പൈ നെറ്റ്വർക്കിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ് ജനറലി എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. പൈ അല്ലേ? പൈ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ് ഹൈ ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞു അത് മാച്ചിങ്ങിനാണ് ഉപയോഗിക്കുക, ഇംപിഡൻസ് മാച്ചിങ്ങിനാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. ഇംപിഡൻസ് മാച്ചിങ് ഫോർ ഹൈ ഇംപിഡൻസ് സോഴ്സസിന് നമ്മൾ ഉപയോഗിക്കുന്ന ആരാണ്? പൈ നെറ്റ്വർക്കാണ്. അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഹൈ
ഇൻപുട്ട് ഇംപിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത് മാച്ചിങ് ഹൈ ഇംപിഡൻസ് സോഴ്സസിന് നമ്മൾ ഉപയോഗിക്കുന്നത് പൈ നെറ്റ്വർക്കാണ്. ടി നെറ്റ്വർക്ക് നമ്മൾ ലോ ഇംപിഡൻസ് സോഴ്സസിനാണ് ഉപയോഗിക്കുക. അവിടെ മാച്ചിങ്ങിന് തന്നെ ഉപയോഗിക്കുക കേട്ടോ. അടുത്തത് for low pass filters shunt elements of a pi network are usually. അപ്പോൾ ലോ പാസ് ഫിൽറ്ററിൽ ലോ പാസ് പൈ ഫിൽറ്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ലോ പാസ് പൈ ഫിൽറ്റർ ആണെങ്കിൽ നമ്മൾ ഷണ്ട് എലമെന്റ്സ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഷണ്ട് ആയിട്ട് നമ്മൾ കപ്പാസിറ്റേഴ്സ് ആണ് ഉപയോഗിക്കുക. സീരീസ് ആയിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇൻഡക്ടറും വെച്ച് കൊടുക്കും. ഓക്കെ, ഇൻഡക്ടറും LC ഫിൽറ്റർ ആണ്, ഒരു ലോ പാസ് ഫിൽറ്റർ ആയിട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഷണ്ട് എലമെന്റ്സ് ആയിട്ട് എന്താണ് ഉപയോഗിക്കുക, കപ്പാസിറ്റേഴ്സ് ആണ് ഉപയോഗിക്കുക. എന്തുകൊണ്ടാണ് കപ്പാസിറ്റേഴ്സ് ഉപയോഗിക്കുന്നത്? കപ്പാസിറ്റേഴ്സ് പാസ് AC അല്ലേ. അപ്പോൾ ലോ പാസ് ഫിൽറ്റർ അല്ലേ, ലോ പാസ് ഫിൽറ്റർ ആവുമ്പോൾ ഇതിനകത്ത് ഇൻപുട്ട് വന്നു കേട്ടോ. ഇവിടെ ഇൻപുട്ട് വന്നേ, ഇത് ഒരു 2 പോർട്ട് നെറ്റ്വർക്ക് ആണ്. ഒരു ഇൻപുട്ട് വന്നു, ഇവിടെ നിന്ന് ഒരു ഔട്ട്പുട്ട് എടുക്കുന്നു. ഇൻപുട്ട് വരുമ്പോൾ കപ്പാസിറ്റർ എന്ത് ചെയ്യും? അപ്പോൾ ഹൈ ഫ്രീക്വൻസി കോമ്പണൻസ് വരുമ്പോൾ ഈ കപ്പാസിറ്റർ ഇതിലൂടെ പാസ് ചെയ്യും. ഇറ്റ് പാസസ് AC അല്ലേ. അപ്പോൾ പാസ് ചെയ്ത് ഹൈ ഫ്രീക്വൻസീസിനെ ഗ്രൗണ്ട് ചെയ്യുമ്പോൾ ലോ ഫ്രീക്വൻസീസിനെ മാത്രം പാസ് ചെയ്ത് വിടുകയും, അപ്പോൾ ലോ ഫ്രീക്വൻസീസ് ഉള്ള കോമ്പണൻസ് ഇങ്ങോട്ട് വരികയും ഹൈ ഫ്രീക്വൻസി കോമ്പണൻസ് ഗ്രൗണ്ടിലേക്ക് ബൈപ്പാസ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ എന്തായി, ലോ ഫ്രീക്വൻസി ഔട്ട്പുട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ലോ പാസ് പൈ ഫിൽറ്ററിനകത്ത് കപ്പാസിറ്റേഴ്സ് ആണ് ഷണ്ട് എലമെന്റ്സ് ആയിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, which network is commonly used in attenuated design? അറ്റന്യൂട്ടർ ആയിട്ട് ഉപയോഗിക്കുന്ന ആരൊക്കെയാണ്? ടീനെയും പൈനെയും നമ്മൾ അറ്റന്യൂട്ടർ ആയിട്ട് ഉപയോഗിക്കും കേട്ടോ. ടി നെറ്റ്വർക്കും പൈ നെറ്റ്വർക്കും നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ബോത്ത് ആണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം. ബോത്ത് ടി ആൻഡ് പൈ അറ്റന്യൂട്ടേഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ടു റെഡ്യൂസ് സിഗ്നൽ ലെവൽ വൈൽ മെയിൻറ്റെയിനിങ് ഇംപിഡൻസ് മാച്ചിങ്. ഓക്കെ, അറ്റന്യൂട്ടർ ആയിട്ട് അതിനെ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഒന്ന് ആലോചിച്ച് നോക്കും, വെറുതെ റെസിസ്റ്റീവ് നെറ്റ്വർക്ക്, ചുമ്മാ ഒരു റെസിസ്റ്റീവ് നെറ്റ്വർക്ക് നമ്മൾ ഉപയോഗിച്ചു എന്നിരിക്കാം. അപ്പോൾ ഇത് സിമെട്രിക് ആണെങ്കിൽ R1 ഇവിടെ 2 ആംസിലും R1 തന്നെ ആയിരിക്കും കേട്ടോ. ഇവിടെ ഒരു R2 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനൊരു റെസിസ്റ്റീവ് നെറ്റ്വർക്ക് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുക? എന്തിനാണ് ഇങ്ങനെ വെറുതെ ഒരു നെറ്റ്വർക്ക് നമ്മൾ വെറുതെ കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്നതിൻ്റെ ആവശ്യം എന്താ? ഇത് ശരിക്കും എന്താ ചെയ്യാന്ന് അറിയോ? അറ്റന്യൂറ്റ് ചെയ്യും. റെസിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, എന്തായാലും അവിടെ ഒരു ലോസ് ഉണ്ടാവും. ഓക്കെ, ഇത് ചുമ്മാ ഒരു റെസിസ്റ്റീവ് അറ്റന്യൂട്ടർ ആണ്. ഇതിനകത്ത് എന്തായാലും ഒരു ലോസ് ഉണ്ടാവും. ലോസ് വരുമ്പോൾ അറ്റന്യൂഷൻ അവിടെ ഉണ്ടാവും. ഒരു dB അറ്റന്യൂഷൻ അവിടെ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ സിഗ്നൽ ലെവൽ കുറയ്ക്കുകയും ചെയ്തു, എന്നാൽ ഇംപിഡൻസ് മാച്ചിങ്ങിന് അത് ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് ഇംപിഡൻസും ഇവിടെ ഔട്ട്പുട്ട് ഇംപിഡൻസും ഇത് സിമെട്രിക് അല്ലേ. ഇൻപുട്ട് ഇംപിഡൻസും ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ZOന് ഈക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ZO എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 600 ohm ഉള്ള ഒരു 600 ohmസിലേക്ക് നമുക്ക് മാച്ച് ചെയ്യണം. നമുക്ക് ഇവിടെ നിന്ന് ഒരു പോർട്ടിൽ നിന്ന് ഒരു നെറ്റ്വർക്കിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു 600 ohms വേണം നമുക്ക് ഔട്ട്പുട്ടിലേക്ക്. ഒരു 600 ohms ഇംപിഡൻസ് ഉള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു അറ്റന്യൂട്ടർ ഡിസൈൻ ചെയ്താൽ മതി. ഒരു ഇംപിഡൻസ് മാച്ച് ചെയ്യാൻ വേണ്ടി ഒരു അറ്റന്യൂട്ടർ ഡിസൈൻ ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ഇൻപുട്ട് നെറ്റ്വർക്കിൻ്റെയും ഔട്ട്പുട്ട് നെറ്റ്വർക്കിൻ്റെ ഇടയിൽ ഈ അറ്റന്യൂട്ടർ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ 600 ohm ഇവിടെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഇംപിഡൻസ് ഉള്ള 600 ohm ഉള്ള ഒരു നെറ്റ്വർക്ക് വരികയും ചെയ്തു. നമുക്ക് സിഗ്നൽ അറ്റന്യൂറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അറ്റന്യൂഷൻ അവിടെ നടന്നു, സിഗ്നൽ ലെവൽ നല്ലോണം കുറച്ചും കിട്ടി, ഇംപിഡൻസ് മാച്ചിങ് അവിടെ നടക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ 600 ohm ഇതിൻ്റെ അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ അല്ലേ ഇത് ചെയ്യാൻ പറ്റിയില്ലേ? അപ്പോൾ ഇവിടെ മിസ്മാച്ച് വരുന്നില്ല, ഇംപിഡൻസ് മിസ്മാച്ച് വരുന്നില്ല. ഈ ഇൻപുട്ട് നെറ്റ്വർക്കിൻ്റെയും ഔട്ട്പുട്ട് നെറ്റ്വർക്കിൻ്റെയും ഇംപിഡൻസ് മിസ്മാച്ച് ആവുന്നതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ ഇടയിൽ ഒരു ഇംപിഡൻസ് മാച്ച് ചെയ്യാൻ വേണ്ടി ഇതിന് വേണ്ടി ഒരു സർക്യൂട്ട് കൊണ്ടുപോയി വെച്ചതുകൊണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യമാണ്, ഫോർ കൺവേർട്ടിംഗ് എ T നെറ്റ്വർക്ക് ടു പൈ നെറ്റ്വർക്ക് ദ സീരീസ് ആംസ് ഓഫ് T കറസ്പോണ്ട് ടു വിച്ച് എലമെന്റ്സ് ഇൻ ദ പൈ നെറ്റ്വർക്ക് എന്നാണ് ചോദ്യം. സീരീസ് എലമെന്റ്സ് ഓഫ് പൈ ആണോ, ബോത്ത് ഷണ്ട് എലമെന്റ്സ് ഓഫ് പൈ ആണോ, ഓൺലി ലെഫ്റ്റ് ഷണ്ട് എലമെന്റ് ഓഫ് പൈ ആണോ, ഓൺലി റൈറ്റ് ഷണ്ട് എലമെന്റ് ഓഫ് പൈ ആണോ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം? നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് T2Y T എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം അതൊരു Y നെറ്റ്വർക്ക് ആണെന്ന് അല്ലേ. T എന്ന് പറയുന്നത് Y ആണ്, പൈ എന്ന് പറയുന്നത് ഡെൽറ്റ ആണ് എന്ന് നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. അപ്പോൾ സ്റ്റാർ ടു ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ്റെ ഫോർമുല നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ.
അപ്പോൾ നമുക്ക് സ്റ്റാർ ടു ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ്റെ ഫോമുല നോക്കുമ്പോൾ വൈ ടു ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ്റെ ഫോമുല നോക്കുമ്പോൾ ആർ എ ബി എന്ന് പറയുന്നത് എന്താണ്? ആർ എ ബി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഷണ്ട് ആമാണ് കേട്ടോ. അപ്പോൾ ഷണ്ട് ആമിൻ്റെ റെസിസ്റ്റൻസ് എന്തിന് കറസ്പോണ്ടിങ് ആവുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആർ എ ബി എന്ന് പറയുന്നത് നോക്കിയേ, ആർ എ ബി ആർ എ ഇൻറ്റു ആർ ബി പ്ലസ് ആർ എ ഇൻറ്റു ആർ സി പ്ലസ് ആർ ബി ഇൻറ്റു ആർ സി ഡിവൈഡഡ് ബൈ ആർ സി എന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും ന്യൂമറേറ്റർ സെയിം ആണ്. ആർ എ ആർ ബി പ്ലസ് ആർ എ ആർ സി പ്ലസ് ആർ ബി ആർ സി, ഇവിടെ അതെ ഇവിടെ അതെ, ന്യൂമറേറ്റേഴ്സ് എല്ലാത്തിൻ്റെയും സെയിം ആണ്. പക്ഷേ ഷണ്ട് ആമുകളുടെ ഡിനോമിനേറ്റർ നോക്കിയേ, ആർ എ ബിയുടെ ഡിനോമിനേറ്റർ നോക്കിയാൽ ആർ സി ആണ്. ഓക്കെ, അപ്പോൾ ആർ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആമാണ് ഏത്? ഈ പാരലൽ ആം. ഓക്കെ, അതേപോലെ തന്നെ ആർ ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ബി സി എന്ന് പറയുന്നത് അത് ആർ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആമാണ്. ഓക്കെ, ആർ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആമാണ് ആർ ബി സി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീരീസ് ആംസ് കറസ്പോണ്ട് ചെയ്യുന്ന എന്തിനാണ്? ഈ പാരലൽ ആംസിനാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക നോക്കാം. അപ്പോൾ ഫോർ കൺവേർട്ടിങ് എ ടി നെറ്റ്വർക്ക് ടു പൈ നെറ്റ്വർക്ക്, സീരീസ് ആംസ് ഓഫ് ടി കറസ്പോണ്ട്സ് ടു വിച്ച് എലമെന്റ്സ്? നമുക്കിപ്പോൾ അറിയാം, ഇറ്റ് കറസ്പോണ്ട്സ് ടു ബോത്ത് ദ ഷണ്ട് എലമെന്റ്സ് ഓഫ് പൈ അല്ലേ. അപ്പോൾ ബി ആണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ ബി ആണ് ഉത്തരം. ബോത്ത് ഷണ്ട് എലമെന്റ്സ് ഓഫ് പൈ. സീരീസ് ആംസ് കറസ്പോണ്ട് ടു ടു ഷണ്ട് ആംസ് ഓഫ് ദ പൈ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പം പൈ നെറ്റ്വർക്കിന്റെ സൈഡ് റെസിസ്റ്റൻസ് എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? വൈ നെറ്റ്വർക്സിന്റെ ആംസിലേക്കാണ് മാപ്പ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, a T network resembles which of the following network? T network എന്തിനെയാണ് റിസംബിൾ ചെയ്യുക? Y നെയാണ് അല്ലേ. അപ്പോൾ it resembles a Y network. Okay, with 2 arms in series and 1 shunt arm. Okay, അടുത്ത ചോദ്യം, T attenuators are preferred when? T attenuators നമ്മൾ എപ്പോഴാണ് പ്രിഫർ ചെയ്യാറിയോ? ലോ ഇമ്പിഡൻസ് ഉള്ളപ്പോൾ. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചില്ലേ അത്, ഇമ്പിഡൻസ് മാച്ചിങ്ങിൽ ലോ ഇമ്പിഡൻസ് ഉള്ളപ്പോഴാണ് നമ്മൾ T attenuators പ്രിഫർ ചെയ്യുക. ഓക്കെ, T attenuators are preferred when low impedances are involved. ഓക്കെ, പൈ ആണെങ്കിലോ ഹൈ ഇമ്പിഡൻസ് വരുമ്പോൾ. അപ്പോൾ അടുത്ത ചോദ്യം അതാണ്, പൈ attenuators are preferred when high impedances are involved. B ആണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം. ഓക്കെ, it suits high impedance lines. അടുത്ത ചോദ്യം, ഇനി പൈ നെറ്റ്വർക്ക് ഇൻപുട്ട് ഇമ്പിഡൻസ് ഇസ് ജനറലി, പൈ നെറ്റ്വർക്കിനകത്ത് ഇൻപുട്ട് ഇമ്പിഡൻസ് ജനറലി എന്താണ്? ഹൈ ആയിരിക്കും. ഹൈ ഇമ്പിഡൻസ് വരുമ്പോഴാണ് പൈ എന്നാണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആയിരിക്കും എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ടു ഷണ്ട് ആംസ് ഇൻക്രീസ് ദ ഇൻപുട്ട് ഇമ്പിഡൻസ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇൻ എ ടി നെറ്റ്വർക്ക് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഇസ് ടിപ്പിക്കലി, ടി നെറ്റ്വർക്കിൽ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്തായിരിക്കും? ടി നെറ്റ്വർക്ക് എവിടെയാണ് ഉപയോഗിക്കുക? നമ്മൾ പഠിച്ചത് ടി നെറ്റ്വർക്ക് ലോ ഇമ്പിഡൻസ് ഏരിയാസിലാണ് ഉപയോഗിക്കുക എന്നാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. ഇറ്റ് ടിപ്പിക്കലി പ്രൊവൈഡ് ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഡ്യൂ ടു സീരീസ് ഷണ്ട് അറേഞ്ച്മെന്റ്. ഓക്കെ, അടുത്ത ചോദ്യം, എ കോൺസ്റ്റന്റ് റെസിസ്റ്റൻസ് ഇക്വലൈസർ ഈസ് ഡിസൈൻ ടു മെയിൻറ്റെയിൻ. കോൺസ്റ്റന്റ് റെസിസ്റ്റൻസ് ഇക്വലൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ഇൻപുട്ടും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും കോൺസ്റ്റന്റ് ആയിരിക്കണം. ഓക്കെ, എന്തിനാണ് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വെച്ചിട്ട് ഒരു ഇക്വലൈസർ നമ്മൾ വെക്കുന്നത്? ഇൻപുട്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഒക്കെ ഈക്വൽ ആണ്. പിന്നെ എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച പോലെ തന്നെ അറ്റുനേഷൻ വേരി ചെയ്യാൻ. ഓക്കെ, അപ്പോൾ it has a constant voltage alla, it has constant current alla, it has constant input and output resistance. Constant resistance equalizer maintains the same input and output resistance over the entire operating frequency range even though attenuation varies. Attenuation മാറാം, പക്ഷേ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഓവർ എൻറ്റയർ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി സെയിം ആയിരിക്കും. അടുത്തത്, the main purpose of a constant resistance equalizer is to. അപ്പോൾ മെയിൻ പർപ്പസ് എന്താണ്? ഇതെന്താണ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസിൽ വരുന്ന ഡിസ്റ്റോർഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ലൈൻ്റെ, ട്രാൻസ്മിഷൻ ലൈൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് മാറ്റാതെ ഫ്രീക്വൻസി റെസ്പോൺസിൽ വരുന്ന ഡിസ്റ്റോർഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കോൺസ്റ്റന്റ് റെസിസ്റ്റൻസ് ഇക്വലൈസർ. ഇക്വലൈസർ എന്താ ചെയ്യുക? frequency response distortions correct ചെയ്യും. It reduces noise അല്ല, it provides equal gain അല്ല, it corrects frequency distortion while maintaining impedance. Okay, it increases bandwidth അല്ല. Okay, it does not alter the characteristic impedance of the line but it corrects the frequency distortion of the line. Okay, അടുത്തത്, which network form is commonly used for constant resistance equalizer? constant resistance equalizer ആയിട്ട് ഏതൊക്കെ ഉപയോഗിക്കാം? ടിയും പൈയും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ
both T and pi can be used as implemented as constant resistance equalizers. Okay, അടുത്തത് the attenuation of a constant resistance equalizer is attenuation എങ്ങനെ ഇരിക്കും? ഓക്കെ, attenuation എങ്ങനെ ഇരിക്കും എന്നറിയോ? ഫ്രീക്വൻസി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഫ്രീക്വൻസി ഇൻഡിപെൻഡന്റ് അല്ലാതെ. ഓക്കെ, attenuation is variable with frequency. Resistance remains constant but attenuation remains variable with respect to frequency. Okay, അടുത്തത് ബ്രിഡ്ജ്ഡ് ടി നെറ്റ്വർക്ക് ഇസ് കോമൺലി യൂസ്ഡ് ആസ് ബ്രിഡ്ജ്ഡ് ടി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ടിയും ഉണ്ടാവും, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതായത് ഇവിടെ ഒരു നമ്മൾ പഠിച്ചല്ലോ, ഇവിടെ Z1 Z2 Z3 ഉണ്ടാവും എന്ന് പഠിച്ചല്ലോ. അതേപോലെ ഇവിടെ ഒരു Z4 നെറ്റ്വർക്കും കൂടെ ഉണ്ടാവും കേട്ടോ. ഇതാണ് ബ്രിഡ്ജ്ഡ് ടി നെറ്റ്വർക്ക്. ബ്രിഡ്ജ്ഡ് ടി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് റെസിസ്റ്റൻസ് ഈക്വലൈസർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളാണ് ബ്രിഡ്ജ്ഡ് ടി നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് കോമൺലി യൂസ്ഡ് ആസ് എ കോൺസ്റ്റന്റ് റെസിസ്റ്റൻസ് ഈക്വലൈസർ. ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് കോൺസ്റ്റന്റ് റെസിസ്റ്റന്റ് ഈക്വലൈസർ. ഓക്കെ, അടുത്തത് a constant resistance network is matched when its characteristic impedances ഒരു ഏതൊരു നെറ്റ്വർക്കും മാച്ച്ഡ് ആണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് എന്ന് പറയുന്നത് ടെർമിനേറ്റിംഗ് ഒരു 2 പോർട്ട് നെറ്റ്വർക്കിൽ ടെർമിനേറ്റിംഗ് ഇംപിഡൻസ് ZO എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ആവുമ്പോഴാണ്, ഇൻപുട്ടും ZO ആവുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? ഇൻപുട്ടും ഔട്ട്പുട്ടും മാച്ച്ഡ് ആണെന്ന് പറയാം. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസസ് ഈക്വൽ ടു ദി ടെർമിനേറ്റിംഗ് ഇംപിഡൻസ് ആവുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇറ്റ് is a matched network എന്ന് പറയും. ഓക്കെ, അപ്പോൾ കോൺസ്റ്റന്റ് റെസിസ്റ്റൻസ് നെറ്റ്വർക്ക് is matched when its characteristic impedance is equal to the terminating impedance. Okay, for matching characteristic impedance must equal the load impedance. Okay, അടുത്തത് സിമെട്രിക്കൽ അറ്റുനേറ്റർ മീൻസ് സിമെട്രിക്കൽ ആയിട്ടുള്ള അറ്റുനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളതും ഇപ്പം തന്നെ പഠിച്ചു. ആദ്യം നോക്കിയപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സിമെട്രിക്കൽ അറ്റുനേറ്റർ എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു ടി നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു R1 ഇവിടെ ഒരു R2 ഉണ്ട് വിചാരിക്കുക, ഇവിടെ ഒരു R3 ഉണ്ടെങ്കിൽ, അതായത് ഇങ്ങനെയാണ് നെറ്റ്വർക്ക് വരുന്നെങ്കിൽ ഇത് രണ്ടും R1 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇതിനെ ഇതൊരു സിമെട്രിക്കൽ അറ്റുനേറ്റർ ആണെന്ന് പറയും. ഓക്കെ, അവിടെ ഇൻപുട്ട് ഇംപിഡൻസ് ZI എന്ന് പറയുന്നതും ഔട്ട്പുട്ട് ഇംപിഡൻസ് ZO എന്ന് പറയുന്നതും എന്തായിരിക്കും? രണ്ടും ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതൊരു സിമെട്രിക്കൽ അറ്റുനേറ്റർ ആയിരിക്കും. ഇൻപുട്ട് ഇംപിഡൻസ് വിൽ ബി ഈക്വൽ ടു ദ ഔട്ട്പുട്ട് ഇംപിഡൻസ്. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, പവർ ഡിസിപ്പേറ്റഡ് ഇൻ എൻ അറ്റുനേറ്റർ ഇസ് മെയിൻലി ഡ്യൂ ടു. പവർ എന്തുകൊണ്ടായിരിക്കും ഡിസിപ്പേറ്റ് ആവുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. റേഡിയേഷൻ കാരണമാണോ? അല്ല. കപ്പാസിറ്റൻസിന്റെ എഫക്റ്റ് ഉണ്ടാവോ? ഇല്ല. റെസിസ്റ്റൻസ് ഹീറ്റിംഗ് കാരണമായിരിക്കും മെയിൻ ആയിട്ട് അറ്റുനേറ്ററിൽ പവർ ഡിസിപ്പേഷൻ ഉണ്ടാവുന്നത്. അറ്റുനേറ്റർ എന്താ ചെയ്യുന്നത്? ആംപ്ലിഫിക്കേഷൻ്റെ ഓപ്പോസിറ്റ് അല്ലേ? 1 ആംപ്ലിഫിക്കേഷൻ ആണ് അറ്റുനേഷൻ ചെയ്യുക. അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ ഡി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഓഫ് അറ്റുനേഷൻ ഡി ബി ആണ്. അപ്പോൾ എന്താണ് അറ്റുനേഷൻ ചെയ്യുക? അവിടെ എന്തോ ഒരു പവർ ഡിസിപ്പേഷൻ നടത്തുന്നുണ്ട്. പവർ കുറെ കളയാണ് അത് ചെയ്യുന്നത് അല്ലേ? ആംപ്ലിഫൈ അല്ല ചെയ്യുന്നത്, ഡി ആംപ്ലിഫൈ ആണ് അത് ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ഹീറ്റിംഗ് കാരണമാണ് അവിടെ പവർ ഡിസിപ്പേഷൻ ഉണ്ടാവുന്നത്. സി ആണ് ഉത്തരം കേട്ടോ. അപ്പോൾ ഇവിടെ സി ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം, എയും ബിയും അല്ല. അടുത്ത ചോദ്യം, ഇംപിഡൻസ് മിസ്മാച്ച് ഇൻ അറ്റുനേറ്റേഴ്സ് കോസസ്. ഇംപിഡൻസ് മിസ്മാച്ച് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം, ഇംപിഡൻസ് മിസ്മാച്ച് സംഭവിച്ചാൽ എന്ത് പറ്റും? സിഗ്നൽ റിഫ്ലക്ഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ മിസ്മാച്ച് ലീഡ്സ് ടു സ്റ്റാൻഡിങ് വേവ്സ് ആൻഡ് റിഫ്ലക്ഷൻസ് എസ്പെഷ്യലി ഇൻ ദ RF ലൈൻസ്. സിഗ്നൽ റിഫ്ലക്ഷൻസ് ആണ് ഇവിടെ ഉണ്ടാവുക. ഇംപിഡൻസ് മിസ്മാച്ച് സംഭവിച്ചാൽ സിഗ്നൽ റിഫ്ലക്ഷൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ടി അറ്റുനേറ്റർ ഇസ് കോമൺലി യൂസ് ഫോർ. ടി അറ്റുനേറ്റർ എന്തിനാണ് ഉപയോഗിക്കുക? നമ്മൾ നേരത്തെ പഠിച്ചു, ലോ ഇംപിഡൻസിനാണ് ടി അറ്റുനേറ്റർ യൂസ് ചെയ്യുക. ഹൈ ഇംപിഡൻസ് സർക്യൂട്ടിനാണെങ്കിലോ പൈ അറ്റുനേറ്റർ ആണ് ഉപയോഗിക്കുക കേട്ടോ. പൈ അറ്റുനേറ്റർ കൺസിസ്റ്റ് ഓഫ്. പൈ അറ്റുനേറ്ററിൽ എന്തൊക്കെ ഉണ്ടാവും? നമുക്കറിയാം, 3 ആംസ് ഉണ്ട്, 2 ഷണ്ട് ആംസ് ഉണ്ട്, ഒരു സീരീസ് ആമും ഉണ്ട്. ഓക്കെ, 2 ഷണ്ട് ആൻഡ് 1 സീരീസ് ആമാണ് ഒരു പൈ അറ്റുനേറ്ററിനകത്ത് ഉണ്ടാവുക. അടുത്ത ചോദ്യം, ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റേണ്ടതാണ്. നമ്മൾ ഇത്രയും ഒക്കെ പഠിച്ച സ്ഥിതിക്ക് അറ്റുനേറ്റേഴ്സ് ക്യാൻ ബി യൂസ് ടു ഇംപ്രൂവ് എന്ത്? സ്റ്റെബിലൈസേഷൻ ഓഫ് ദി ആംപ്ലിഫയർ ഗെയിൻ, കൺട്രോൾ ഓഫ് സിഗ്നൽ ലെവൽ, ഇംപിഡൻസ് മാച്ചിങ്. അപ്പോൾ സ്റ്റെബിലൈസേഷൻ ഓഫ് ആംപ്ലിഫയർ ഗെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ അറ്റുനേഷൻ കൊടുക്കുമ്പോഴാണ് ഗെയിൻ സ്റ്റെബിലൈസ് ആവുക. സിഗ്നൽ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇംപിഡൻസ് മാച്ചിങ്ങിനും പറ്റും. എല്ലാം നമുക്ക് അറ്റുനേറ്റേഴ്സ് കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് അറ്റുനേറ്റേഴ്സിൽ നമുക്ക് ഇവിടെ MCQയിൽ കാണാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്